അങ്ങനെ എടുക്കുമ്പോഴും നമുക്കിത് പൂർത്തീകരിക്കണമെന്നുള്ള വലിയ നിർദ്ദേശങ്ങൾ മുകളിൽ നിന്ന് കിട്ടുകയാണ്. അത് ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ഫോണുകൾ ഈ ഫീൽഡിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് മേലുദ്യോഗസ്ഥന്മാരുടേതാണ്. SIR പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മൾ നിരന്തരം ഓരോ അരമുക്കാൽ മണിക്കൂർ കൂടുമ്പോൾ നമ്മളെ വിളിച്ച് നിരന്തരം എന്തായി എന്നുള്ള ചോദ്യമാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് വളരെ മറുപടി പറയുമ്പോൾ തന്നെ നമ്മുടെ വളരെയേറെ സമയങ്ങൾ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കിത് നൽകി എന്ന് ഉറപ്പായതിനു ശേഷം വേണം നമുക്കിത് ആപ്പിൽ രേഖപ്പെടുത്താൻ എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് നിങ്ങളത് കൊടുത്തില്ലെങ്കിലും ഇത് പൂർണ്ണമായി നിങ്ങൾ ഈ ആപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കണമെന്നുള്ള കനത്ത സമ്മർദ്ദമാണ് നമുക്ക് കിട്ടുന്നത്. SIRന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കടുത്ത ജോലിഭാരം BLOമാർ നേരിടുന്നുവെന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം ഗുരുതരമായ പല ആരോപണങ്ങളും SIRന്റെ പ്രവർത്തന ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് BLOമാർ ഉയർത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നത് ഇവിടെ ഇടുക്കി തൊടുപുഴയിലെ ഒരു BLO ആയ ജാഫർ ഖാനാണ്. വലിയ ജോലി സമ്മർദ്ദമാണ് BLOമാർ നേരിടുന്നത്. അതുകൂടാതെ വ്യക്തമായ കണക്കുകളല്ല അതുമായി ബന്ധപ്പെട്ട് ഈ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊടുക്കാൻ അവർ നിർബന്ധിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ അങ്ങ് പറയുന്നുണ്ടല്ലോ. ഇതിൽ പ്രധാനമായും നാം കാണേണ്ടത് പുതുതായി കുറേ അധികം ജീവനക്കാരെ ഇതുമായി SIRന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത ഒരു സാഹചര്യം, ഞാൻ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു BLO ആണ്. എനിക്ക് പോലും എൻ്റെ ബൂത്തിലെ മുഴുവൻ ആളുകളിലും ഇത് കൃത്യമായി എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു നിർണായക SIR പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അങ്ങനെ നിർണായകമായ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അത് മുഴുവൻ വോട്ടർമാരുടെയും ഉറപ്പാക്കുക എന്നുള്ള ഒരു വ്യക്തിപരമായ ഉദ്ദേശവും കൂടി എനിക്കുണ്ട്. അതിന് സാധിക്കുന്നില്ല. കാരണം അതിന് സാധിക്കാത്ത പല വീടുകളിലും ആളുകളുണ്ടെങ്കിൽ തന്നെ അവർ ഇത് പൂരിപ്പിക്കാൻ കഴിയുന്ന ഒരു അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമുക്കവിടെ വളരെ സമയമെടുക്കും. അങ്ങനെ എടുക്കുമ്പോഴും നമുക്കിത് പൂർത്തീകരിക്കണമെന്നുള്ള വലിയ നിർദ്ദേശങ്ങൾ മുകളിൽ നിന്ന് കിട്ടുകയാണ്. അത് ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ഫോണുകൾ ഈ ഫീൽഡിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് മേലുദ്യോഗസ്ഥന്മാരുടേതാണ്. SIR പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മൾ നിരന്തരം ഓരോ അരമുക്കാൽ മണിക്കൂർ കൂടുമ്പോൾ നമ്മളെ വിളിച്ച് നിരന്തരം എന്തായി എന്നുള്ള ചോദ്യമാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് വളരെ മറുപടി പറയുമ്പോൾ തന്നെ നമ്മുടെ വളരെയേറെ സമയങ്ങൾ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കിത് നൽകി എന്ന് ഉറപ്പായതിനു ശേഷം വേണം നമുക്കിത് ആപ്പിൽ രേഖപ്പെടുത്താൻ എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് നിങ്ങളത് കൊടുത്തില്ലെങ്കിലും ഇത് പൂർണ്ണമായി നിങ്ങൾ ഈ ആപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കണമെന്നുള്ള കനത്ത സമ്മർദ്ദമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു സമ്മർദ്ദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന ബ്ലോക്ക് ഓഫീസിലാണ്. ആ ബ്ലോക്ക് ഓഫീസിൽ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അവിടുന്ന് ഒരു മാസം അവധി എടുത്ത് വരുമ്പം അവിടെ ഉള്ള ജീവനക്കാരിൽ പലരും ഈ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നു. അവരെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്ക് വരുന്നുണ്ട്. അവധി സർക്കാർ ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ഒരു മാസക്കാലം കൊണ്ട് വീടുകളിൽ പോയിരുന്ന് അവിടെ നിന്ന് തന്നെ പരമാവധി പൂരിപ്പിച്ച് നിങ്ങൾ പുറത്തേക്ക് വരായിരുന്നു നല്ലതെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആകുമായിരുന്നു. ഇപ്പോൾ നിങ്ങളിത് വിതരണം ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശമല്ലാതെ അതിനപ്പുറമുള്ള യാതൊരു ഇത് എന്താണ് അവരെ വോട്ടർമാർക്ക് കൃത്യമായി ഇതിനെ എങ്ങനെ പൂരിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു നിരക്ഷരതയുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു സമ്മർദ്ദം ഈ BLOമാരെ ഒരു ആത്മഹത്യയിലേക്ക് പോലും കൊണ്ടുവിടുമോ എന്നുള്ള തർക്കമുണ്ട്. ഞാനൊക്കെ വളരെ സീനിയറായിട്ടുള്ള ഒരു BLO മേഖലയിൽ പ്രവർത്തിച്ചു. എനിക്ക് ജനങ്ങളുമായി വലിയ ബന്ധമുണ്ട്. ആ ഫീൽഡിലെ മുഴുവൻ ജനങ്ങളെയും അറിയാം. അങ്ങനെ അറിയുമ്പോഴും നമുക്ക് ഒരു 80% പോലും എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ സാഹചര്യമാണുള്ളത്. തീർച്ചയായും. ഇപ്പോൾ അങ്ങനെ പറഞ്ഞ നിരവധി പുതിയ BLOമാരെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അതിൽ നേരത്തെ ഇതിലെ ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, അതോടൊപ്പം തന്നെ റിട്ടയർഡ് ഹാൻഡ്സൊക്കെ BLOമാരായിരുന്നു. ഏകപക്ഷീയമല്ല, അവരെ പെട്ടെന്ന് അവരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ജീവനക്കാരെ BLOമാരായി വെച്ചു. ഫീൽഡുമായോ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന ഇത് ആദ്യമായിട്ട് കാണുന്നവരുടെ കൈകളിലേക്കാണ് ഇത്രയും കനപ്പെട്ട ചുമതല ഏൽപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ഇത് ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ 2 കൈയിൽ ബാഗ് പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ കടന്ന് ഫീൽഡുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെയധികം ക്രൂരതയാണ്. സ്ത്രീകളോട് കാണിക്കുന്ന, സ്ത്രീ വിഭാഗം BLOമാരോട് കാണിക്കുന്ന ഒരു ക്രൂരതയായിട്ട് വേണം ഇതിനെ കാണാൻ. അവർക്കിത് ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ വളരെ ഭാരമുള്ള സാധനമാണ്. ഇങ്ങനെ കടന്നു പോയി അവർക്കിത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമുക്കിതിന് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഏറ്റവും ഗൗരവത്തോടെ കൂടി കണ്ടുകൊണ്ട് പൂർത്തിയാക്കേണ്ട SIR പ്രവർത്തനം ആ ഗൗരവത്തിലല്ല നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകൾ നിർവഹിക്കുന്ന BLOമാർക്ക് വലിയ ജോലി സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ്, മീഡിയ 1.